കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെ ന്യായീകരിച്ച കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന വിവാദമാകുന്നു. കേരളത്തെ ദരിദ്രമാക്കണം എന്നാണ് കേന്ദ്രമന്ത്രിമാർ ആഗ്രഹിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജോർജ് കുര്യൻ കേരളത്തോട് മാപ്പ് പറയണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടു. ഒരു കേന്ദ്രമന്ത്രി പറയാൻ പാടുള്ള കാര്യമാണോ ജോർജ് കുര്യൻ പറഞ്ഞതെന്ന് മന്ത്രി കെ രാജൻ ചോദിച്ചു. കേരള വിരുദ്ധ നിലപാടാണ് BJP പൊതുവെ സ്വീകരിക്കുന്നത്. കേരളത്തിലെ BJPക്കാരും കേരളത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഇനിയിപ്പോൾ കേരളത്തെ പൂർണ്ണമായിട്ടും ദരിദ്രമാക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ് ആകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോർജ് കുര്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ രീതിയിൽ കണ്ടാൽ മതി. കേരളത്തിലെ ജനങ്ങൾ അതിനെല്ലാം കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണ് ഇത്തവണത്തെ ബഡ്ജറ്റ്. എന്നിട്ട് അതിന് കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി പറയുകയാണ് കേരളം പിന്നോക്കമാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ പ്രഖ്യാപിച്ചാൽ പണം തരാം. കേന്ദ്രമന്ത്രിയുടെ പരാമർശം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരളം കൂടുതൽ പ്രയാസത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകും. പിച്ചച്ചട്ടി നീട്ടുന്നത് പോലെ കേന്ദ്രത്തിന്റെ മുന്നിൽ നിൽക്കാൻ സൗകര്യമില്ല. രാജ്യത്ത് ഒരു ജനതയോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് ഇന്നലെ ബഡ്ജറ്റിലൂടെ വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അപകടകരമായ വിധത്തിലുള്ള സൂചന നൽകിയ വയനാടിനെ കുറിച്ച് പണം അനുവദിച്ചില്ലെന്ന് മാത്രമല്ല ഒരു പ്രഖ്യാപനം പോലും നടത്താൻ, വയനാടിനെ ഒന്ന് പരാമർശിക്കാൻ പോലും കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിനോടുള്ള കേവലമായിട്ടുള്ള അപമാനവും കേരളത്തിനോടുള്ള അവജ്ഞയും മാത്രമല്ല ഒരു ജനതയോട് നടത്തുന്ന ക്രൂരമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമാണ്. എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ, കേരളം ദുർബലമാണെന്ന് പ്രഖ്യാപിച്ചാൽ വേണമെങ്കിൽ കേരളത്തെ സഹായിക്കുന്ന കാര്യം ആലോചിക്കാം. ഒരു ജനാധിപത്യ രാജ്യത്ത് പറയാൻ ജനപ്രതിനിധികൾ പാടുള്ള കാര്യമാണോ ഇത്? രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന ഫെഡറലിസത്തെക്കുറിച്ച് എന്ത് വിശ്വാസമാണ് ജനങ്ങൾക്ക് നിലനിർത്താനാവുക? കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം ലഭിക്കും എന്നായിരുന്നു ഇന്നലെ ജോർജ് കുര്യൻ പറഞ്ഞത്. ആ പ്രതികരണം കേട്ട ശേഷം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കുക, അല്ല ഗവൺമെൻറ് അല്ലല്ലോ. സൈഫ് സൈനുൽ അബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, നയാ പൈസ തന്നില്ലെന്ന് മാത്രമല്ല ക്രൂരമായ അവഗണനയും. ഇതിന്റെ നിരാശയിൽ നിൽക്കുന്നതിനിടെയാണ് മലയാളിയായ ഒരു കേന്ദ്രമന്ത്രിയുടെ തീർത്തും നിരുത്തരവാദപരമായ പ്രസ്താവനയും. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള പ്രതിഷേധമുണ്ടൊപ്പം സർക്കാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ എങ്ങനെ എടുക്കാം? പൂർണ്ണമായ അവഗണനയാണ് ബജറ്റിൽ കേരളത്തിന് നേരിടേണ്ടി വന്നത്. കേരളം 24,000 കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിൽ കേരളത്തിന് കാര്യമായ ഒരു പരിഗണനയും ഒരു വിഷയത്തിലും കേന്ദ്രം നൽകിയില്ല എന്നുള്ളതൊരു വസ്തുത. അങ്ങനെ പൂർണ്ണമായ അവഗണന എല്ലാ മേഖലകളിലും നേരിടുന്നു. ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് വന്ന് ബോധ്യപ്പെട്ടതാണ് വയനാട് ദുരന്തത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന്. 2,250 കോടിയോളം രൂപ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ കേന്ദ്രം പണം അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. അത് L3 വിഭാഗത്തിൽപ്പെടുന്ന ദുരന്തമാണെന്ന പ്രഖ്യാപനം നടത്തുന്നുണ്ട്. പക്ഷേ സഹായം ലഭ്യമാകുന്നില്ല. അതുപോലെ തന്നെ വിഴിഞ്ഞം, ഈ ഇന്ത്യക്കാകെ അഭിമാനമാകാൻ കഴിയുന്ന തരത്തിൽ വളർന്നു വരികയാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്തിന് വലിയ സാമ്പത്തിക സഹായം കേരളം പ്രതീക്ഷിച്ചാണ്, പക്ഷേ അതിനകത്ത് ഉണ്ടായില്ല. വ്യവസായ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായില്ല. എയിംസ് എന്നുള്ളത് കാലങ്ങളായിട്ട് എത്രയോ വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ്, അത് കിട്ടിയില്ല. സാമ്പത്തിക സഹായം കിട്ടിയില്ല. അങ്ങനെ പൂർണ്ണമായി അവഗണിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഒരു അപമാനം കൂടി കേരളത്തിന് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഈ വിഷയത്തിലുള്ള നിലപാട് കേരളം കാലങ്ങളായി നേടിയെടുത്തതാണ്. വിദ്യാഭ്യാസപരമായിട്ട് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും കേരളം ഒന്നാമതായി നിൽക്കുന്നതാണ് അവരുടെ പ്രശ്നം എന്നുള്ളതാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ധനമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്
പണം അനുവദിക്കുമ്പോൾ കേരളം മുന്നിലായി പോയതാണ് ഇതിനകത്തെ പ്രശ്നം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെ ഉയർക്കുകയാണ് CPM-ഉം അതുപോലെ തന്നെ CPI-യും ഇടതുമുന്നണിയും എല്ലാം ചെയ്യുന്നത്. പ്രതിപക്ഷം അതിനകത്ത് നിന്ന് വിട്ടുനിൽക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. BJP-യുടെ നേതാക്കന്മാർ ഒഴികെ ബാക്കിയെല്ലാം ഇപ്പോൾ LDF ആയാലും UDF ആയാലും എല്ലാം ഒറ്റക്കെട്ടായി കേന്ദ്രത്തിന്റെ ഈ അവഗണനയ്ക്കെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം ഇടുക്കിയിൽ വെച്ച് നടത്തിയപ്പോഴും അദ്ദേഹം സൂചിപ്പിച്ചത് പൂർണ്ണമായ അവഗണന കേരളത്തിന് നേരിടേണ്ടി വരികയാണ്. അത് ഈ സമയത്ത് മാത്രമല്ല, ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ മാത്രമല്ല, കഴിഞ്ഞ ബജറ്റിലും അതിന് മുന്നുള്ള ബജറ്റിലുമെല്ലാം കേരളം സൈഫ്, ഒരു നിമിഷം. തുടർച്ച